വോട്ടർ പട്ടിക വിവാദമാണ് ഇപ്പോൾ കത്തിപ്പടരുന്നത്. സുരേഷ് ഗോപിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു. തൃശൂർ ACPക്കാണ് അന്വേഷണ ചുമതല. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട്. തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസിന്റെ മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട്. വിവരങ്ങളുമായി ജെയ്സൺ ചാമുളപ്പിലും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ ചാമുളപ്പിൽ, പരാതി ഫയലിൽ സ്വീകരിച്ച അന്വേഷണത്തിലേക്ക് കടന്നോ? സുജിയ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് TN പ്രതാപനും അതുപോലെ തന്നെ തൃശൂർ DCC പ്രസിഡന്റും മുൻ MLA അനിൽ അക്രയും ചേർന്ന് തൃശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. പരാതി വാങ്ങിച്ച ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച പരാതി ഫയലിൽ സ്വീകരിച്ചു. തൃശൂർ ACPക്ക് അന്വേഷണം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആദ്യം നിയമോപദേശം തേടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഈ കാര്യം അന്വേഷിക്കേണ്ടത് അതോ പോലീസാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആദ്യം വരുത്തും. അതിനുശേഷം മാത്രമേ തുടർ അന്വേഷണത്തിലേക്ക് കടക്കൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, നിരവധി തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ നിന്നും വൻതോതിൽ BJPയുടെ നേതാക്കളെയും RSS നേതാക്കളെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും വോട്ടുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റി സംബന്ധിച്ച നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ നിലവിലുള്ള BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഹരിദാസ്, പിന്നെ വരവൂർ ഷാജി തുടങ്ങിയ നിരവധി പേരെ ഈ തൃശ്ശൂരിലേക്ക് മാറ്റി. പക്ഷേ പലരും വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ 1.5 വർഷമായി തൃശ്ശൂരിൽ താമസിക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ താമസിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രഭാരി ചുമതലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളോർമ്മയ്ക്ക് സമീപം ഒരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംഭവിക്കുന്നു. BLO വ്യക്തമായ പരിശോധന നടത്തിയ ശേഷമാണ് വോട്ട് ചേർത്തതും വോട്ട് ചെയ്യാൻ അനുമതി നൽകി. ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും നിരവധി വോട്ടുകളാണ് BJPയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ഓരോ ദിവസവും ഓരോ വാർത്തകളും ഓരോ വിവരങ്ങളും ഓരോ രേഖകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുജിയ, അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ 2 വോട്ടും ചെയ്തോ എന്നതാണല്ലോ. ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ലക്ഷ്മി വിലാസം ആ അഡ്രസ്സിൽ വോട്ടുണ്ട്. തൃശ്ശൂരിലാണോ ചെയ്തത് അതോ കൊല്ലത്ത് പോയി ചെയ്തോ? രണ്ടും ചെയ്തോ? എന്താണ് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്? സുജയ പാർവതി, സുരേഷ് ഗോപിയുടെ സഹോദരന്റെ വോട്ടും വീടുമൊക്കെ കൊല്ലത്താണ്. ആ കൊല്ലത്ത് ഉള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ട്. തൃശൂരിൽ ക്യാപിറ്റൽ വില്ലേജിലും വോട്ടർ പട്ടികയിൽ പേരുണ്ട്. സമാനമായി തന്നെ ഇങ്ങനെ ഓരോ ആളുകളും, അത് ഏതാണ്ട് 11ഓളം പേർ സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും ഒപ്പം ഏറ്റവും അടുത്ത സഹായി അടക്കം വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നത്. അങ്ങനെയുള്ള പരിശോധനയിലാണ് കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ സുഭാഷ് ഗോപിയുടെ പേര് കണ്ടെത്തിയത്. ഏതായാലും ഇനി എവിടെയാണ് വോട്ട് ചെയ്തതെന്ന് അടക്കമുള്ള വിവരങ്ങൾ അത് ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം അത് മറ്റ് ജില്ലകളിലേക്കും അതിന്റെ പരിശോധനകൾ കടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തെളിവുകൾ പുറത്തുവരുന്നത്. റോഷിപാൽ, തൃശൂരിൽ വ്യാജ വോട്ടറായി സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ക്യാപിറ്റൽ C4ലെ വോട്ടർ S അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് അജയ്കുമാറിന്റെ വീട്. കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ശാസ്തമംഗലത്തായിരുന്നു വോട്ട്. ഇതിൽ വോട്ടർ ID നമ്പർ ഉപയോഗിച്ച് അജയ്കുമാറിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ അവിടെ മേൽവിലാസം നൽകിയതിലടക്കം എന്താണ് അജയ്കുമാർ ചെയ്തത്? സുജയ, ശാസ്തമംഗലത്താണ് അജയ്കുമാറിന്റെ വീട്. ശാസ്തമംഗലത്ത് അജയ്കുമാർ ദീർഘകാലമായി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അജയ്കുമാറിന്റെ വോട്ടർ ID നമ്പർ HVX 20-33-454 ഉപയോഗിച്ച് ആ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ അജയ്കുമാർ S ആറ്റിൻകരപ്പറമ്പിൽ വീട് എന്ന അഡ്രസ് കാണുന്നത്. അത് അജയ്കുമാർ ശാസ്തമംഗലത്തുള്ള RKDNSS HSS ശാസ്തമംഗലം, അവിടെയാണ് വോട്ട് രേഖപ്പെടുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. അതേപോലെ തന്നെ സമാനമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അജയ്കുമാറിന്റെ പേര് തിരുവനന്തപുരം താണ്. ആ വോട്ടർ പട്ടികയിലും ശാസ്തമംഗലത്തെ പോളിംഗ് ബൂത്തിൽ തന്നെയാണ് അജയ്കുമാർ വോട്ട് ചെയ്യുന്നത്. പക്ഷേ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മാത്രം അജയ്കുമാർ ക്യാപിറ്റൽ വില്ലേജിലെ ഈ C4 ാണ് വോട്ട്, അവിടെയുള്ള വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്നു. എങ്ങനെയാണ് അതിന്റെ ഉടമയറിയാതെ, ആ ഫ്ളാറ്റിന്റെ ഉടമയറിയാതെ ആ മേൽവിലാസം ഉപയോഗിച്ച് അവിടെ വോട്ടർ പട്ടികയിൽ ഇടം ലഭിച്ചത് അജയ്കുമാർ എന്ന ചോദ്യമാണ്. ഏതായാലും നേരത്തെ പറഞ്ഞ 11 പേരുടെ പട്ടികയിൽ ഒരാൾ S അജയ്കുമാർ എന്ന സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. ആ ഫ്ളാറ്റിലെ ഉടമ, ആ ഫ്ളാറ്റിലെ അയൽവാസികളടക്കം അത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് S അജയ്കുമാർ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ വ്യാജരേഖ ഉപയോഗിച്ചിട്ടാകാം തൃശൂരിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലേക്ക് ഒരുപക്ഷെ അജയ്കുമാർ
വോട്ട് ചേർത്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളിലടക്കം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ കാര്യം കൂടി വ്യക്തമാകും. അവിടെ മേൽവിലാസത്തിന് വ്യാജരേഖകൾ അജയ് കുമാർ സമർപ്പിച്ചോ എന്ന കാര്യം. ഓക്കെ, നമുക്കപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. ശാസ്തമംഗലത്ത് വീടുള്ള അജയ് കുമാറും വോട്ടറായി തൃശൂരിൽ എത്തിയിരിക്കുന്നു. ഒരാൾക്ക് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യാം എന്നതാണ് നിർബന്ധിതമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം. അത് മറികടന്നോ എന്നത് അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. എന്തായാലും കോൺഗ്രസിന് പരാതി എത്തിയിട്ടുണ്ട്, അതിൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് ആർ ഇളങ്കോ വ്യക്തമാക്കുന്നത്.